നമസ്കാരം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിറ്റൽ സംഘടനയായ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസിൽ നിന്നും അനുമതി ലഭിച്ചു. യുഎസിൽ നിന്നും ഇന്ന് രാവിലെ ഡൽഹി എയർപോർട്ടിൽ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കെ എത്തി. എയർപോർട്ടിലെത്തിയ അഭിജിത് ദീപ്കെയുമായി പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ അനുമതി നൽകി. വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ അഭിജിത് ദീപ്കെ ഉടൻ തന്നെ പ്രതിഷേധ സ്ഥലമായ ജന്തർ മന്ദറിലേക്കുള്ള യാത്ര തിരിച്ചു. പോലീസിന്റെ അനുമതി ലഭിച്ചതോടെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് പകരം നേരിട്ട് ജന്തർ മന്ദറിലേക്ക് വരാൻ പ്രവർത്തകർക്ക് പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം, തുല്യ അവസരം എന്നിവയുടെ പ്രതീകങ്ങളായി ദേശീയ പതാകയും ഒരു പുസ്തകവും കൈവശം വയ്ക്കണമെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തുന്നവരോട് സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിജെപിയുടെ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ശനിയാഴ്ച കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. അഭിജിത് ദീപ്കെ എത്തിയതോടുകൂടി വിമാനത്താവള പരിസരത്തെല്ലാം ആളും ബഹളവുമായി. പുറത്തേക്കിറങ്ങിയ അഭിജിത് ദീപ്കെ ജയ് ഭീം എന്നാണ് വിളിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയധികം തിരക്കായിരുന്നു. എന്തായാലും ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചാണ് അഭിജിത് ദീപ്കെ എയർപോർട്ടിന് പുറത്തേക്കിറങ്ങിയത്. എന്തായാലും വെള്ളിയാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിൽ സുരക്ഷാ സ്ഥിതി അവലോകനം ചെയ്ത മുതിർന്ന ഉദ്യോഗസ്ഥർ ഫീൽഡ് യൂണിറ്റുകളോട് ജാഗ്രത പാലിക്കാൻ അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡൽഹിയിൽ ജില്ലാ പോലീസ് യൂണിറ്റുകളോട് മതിയായ റിസർവ് സേനയെ സ്റ്റാൻഡ് ബൈയിൽ വെക്കാനും സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രഹസ്യാന്വേഷണ ഏജൻസികളുമായും മറ്റും സുരക്ഷാ ഏജൻസികളുമായും കൃത്യമായ ഏകോപനം നടത്തുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വെള്ളിയാഴ്ച തന്നെ ഡൽഹി വിമാനത്താവളത്തിലും പരിസര പ്രദേശങ്ങളിലും പോലീസിനെ വൻതോതിൽ വിന്യസിച്ചിരുന്നു. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് വിചിത്ര വീർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഫീൽഡ് സ്റ്റാഫിന് നിർദ്ദേശങ്ങൾ നൽകുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു. രാജ്യാന്തര വിമാനത്താവളത്തിന് പുറത്ത് ഒന്നിലധികം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലും മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും പ്രതിരോധ സുരക്ഷാ നടപടികളുടെ ഭാഗമായി 1000-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്ദിരാഗാന്ധി വിമാനത്താവളം, പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ, അന്തർ സംസ്ഥാന ബസ് ടെർമിനലുകൾ, അയൽ സംസ്ഥാനങ്ങളുമായി ഡൽഹിയെ ബന്ധിപ്പിക്കുന്ന അതിർത്തി പോയിന്റുകൾ എന്നിവിടങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന കവലകൾ, മാർക്കറ്റുകൾ, മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിയമപാലനം ഉറപ്പാക്കാൻ പ്രത്യേക പോലീസ് സംഘങ്ങളെ നിയോഗിച്ചു. അതിർത്തി പോയിന്റുകളിലും സെൻട്രൽ ഡൽഹിയിലേക്കുള്ള പ്രധാന റോഡുകളിലും വാഹന പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സിജെപിയുടെ പ്രതിഷേധം ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന് ആരോപിച്ചുള്ള സേവ് ഇന്ത്യ ഫൗണ്ടേഷന്റെ ഹർജിയിൽ അടിയന്തര വാദം കേൾക്കണമെന്ന ആവശ്യം ഡൽഹി ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. ഹർജിക്ക് അടിയന്തര സ്വഭാവമില്ലെന്ന് വ്യക്തമാക്കിയാണ് ജഡ്ജിമാരായ സൗരഭ് ബാനർജി, അമിത് ശർമ്മ എന്നിവരുടെ ബെഞ്ച് ഈ ആവശ്യം നിരസിച്ചത്. പരിപാടിയുമായി മുന്നോട്ട് പോകാൻ അനുമതി ലഭിച്ചതോടെ കനത്ത പോലീസ് കാവലിൽ ജന്തർ മന്ദറിലേക്ക് പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിർഭയ വിഷയത്തിലും അഴിമതി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം യുവാക്കളുടെ പ്രതിഷേധാഗ്നിക്ക് ജന്തർ മന്ദിർ വീണ്ടും സാക്ഷിയാകുമോ എന്നതാണ് അറിയേണ്ടത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ദിവസമാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 20 മില്യണിലധികം ഫോളോവേഴ്സുമായി ഒരു ഡിജിറ്റൽ പാർട്ടി രൂപീകരിക്കപ്പെടുന്നതിൻ്റെ വക്താക്കൾ പത്രസമ്മേളനം നടത്തുന്നു. അഭിജിത് ദീപ്കെ എന്ന ഇതിൻ്റെ ഫൗണ്ടർ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്നു. ഡൽഹിയിൽ വലിയ രീതിയിലുള്ള മാർച്ചും പ്രകടനങ്ങളും ഇനി നടക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പാറ്റകളുടെ പ്രതിഷേധം ശനിയാഴ്ച ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുകയാണ്. പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്ന പ്രതിഷേധത്തിന് പുസ്തകവും ദേശീയ പതാകയുമായാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അണികൾ എത്തുന്നത്. ഭീംറാവ് അംബേദ്കറിന്റെ ചിത്രമുയർത്തിപ്പിടിച്ച് അഭിജിത് ദീപ്കെ എയർപോർട്ടിൽ നിന്നും പുറത്തിറങ്ങി അണികളെ ആഹ്വാനം ചെയ്ത് ജന്തർ മന്ദറിലേക്ക് എത്തിയിരിക്കുന്നു.